ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് എടുത്ത വ്ളോഗാണ്. അങ്ങനെ 2 വർഷത്തിന് ശേഷം അമ്മയുടെ കൂടെയുള്ള ആദ്യത്തെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 25 വയസ്സായി. എനിക്കത് ചില സമയത്ത് വിശ്വസിക്കാനേ പറ്റില്ല കേട്ടോ. പിള്ളേരൊക്കെ വളർന്നത് കാണുമ്പോഴാണ് ഞാനൊക്കെ ഇത്രയും വളർന്നത് മനസ്സിലാവുന്നത്. ഞാനൊക്കെ എടുത്തുകൊണ്ടിരുന്ന പിള്ളേരൊക്കെ ഇപ്പോൾ വലിയ പിള്ളേരായിട്ടു 9ലും 10ലും ഒക്കെ പഠിക്കുന്നുണ്ട്. അലീന തന്നെ ഞാൻ വന്ന് 5ാം ക്ലാസ്സിലായിരുന്നു, ഇപ്പോൾ 10ാം ക്ലാസ്സിലായി. അപ്പോഴാണ് നമ്മൾ വളരുന്നു എന്നുള്ള സത്യം ഞാൻ തന്നെ മനസ്സിലാക്കിയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വണ്ടി കഴുകാമെന്ന് വിചാരിച്ചു. മഴ ആയതുകൊണ്ട് എത്ര കഴുകിയെന്ന് പറഞ്ഞാലും ചെളിയൊക്കെ വീണ്ടും തെറിക്കും. എന്നാലും കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര മുട്ടിന് വേദന ആയിരുന്നു കേട്ടോ ആ സമയത്ത്. അത് കാരണം എനിക്ക് കുനിഞ്ഞ് നിന്ന് മുട്ടിങ്ങനെ മടക്കിയൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ മാളൂസിനെ ഹെൽപ്പിന് വിളിച്ചു കേട്ടോ. അപ്പോൾ താഴെ ഭാഗമൊക്കെ ഇരുന്ന് ക്ലീൻ ആക്കിയത് അവളാണ്. ഞാൻ മേളിൽ പറ്റുന്ന ആ ഒരു ഭാഗമൊക്കെ ഞാനും ക്ലീനാക്കി. അങ്ങനെ വണ്ടിയൊക്കെ കഴുകിയിട്ട് ഞങ്ങളെല്ലാവരും പിന്നെ പോകാനായിട്ട് റെഡിയായി. അപ്പോൾ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ കേട്ടോ. വൈകുന്നേരം കേക്ക് മുറിക്കാനുള്ള പരിപാടിയാണ്. പപ്പ രാവിലെ പണിക്ക് പോയതാട്ടോ. വരുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ചേച്ചി പിന്നെ വരുന്നില്ല എന്ന് പറഞ്ഞു. പപ്പായ്ക്ക് രാത്രി കൂട്ടായിട്ട്. അതുകൊണ്ട് ഞാനും മാളും സിദ്ധുവും ചേട്ടായി ഞങ്ങൾ 4 കേട്ടോ പോകുന്നത്. ശ്രീകുട്ടൻ അങ്ങനെ മാറി നിൽക്കാനായില്ല. ഇപ്പോൾ ഒക്കെ കരയാതിരിക്കും പകല്, പക്ഷെ രാത്രിയായി എന്തായാലും അമ്മേനെ തപ്പി കരയും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ശ്രീകുട്ടനെ കൂട്ടിയില്ല. അപ്പോൾ പോകുന്ന വഴി ഒരു കുന്ന സാധനം വാങ്ങാനുണ്ട് കേട്ടോ. അമ്മയാണെങ്കിൽ വാട്സപ്പിൽ ഇങ്ങനെ ലിസ്റ്റ് അയച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഫസ്റ്റാണ് ഞങ്ങൾ പോയിട്ട് പിന്നെ ചിക്കൻ വാങ്ങി. അപ്പം ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടി ആട്ടോ. കാരണം അമ്മ വന്നതിന് ശേഷമുള്ള ഒരു ആഘോഷമാണല്ലോ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലായിട്ട് അമ്മ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാം കൂട്ട് മേടിച്ചുകൊണ്ട് പോകാമെന്ന് ഓർത്തു. അമ്മ രാവിലെ തുടങ്ങി അയച്ചിട്ട് വലിയ ലിസ്റ്റ് തന്നെ ആയിട്ടുണ്ട്. പിന്നെ കടയിലെ ചേട്ടനെ ഡിസ്റ്റർബ് ആയിട്ടില്ലോ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഓരോന്നായിട്ട് പെറുക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു സാമ്പാർ കൂട്ടും മേടിച്ചു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഞങ്ങളുടെ അങ്ങോട്ടേക്ക് കുറേ വഴികളുണ്ട് കേട്ടോ പോകാൻ. ഇപ്പോൾ ഞങ്ങൾ തൊടുപുഴ റൂട്ട് കയറി അങ്ങനെയാണ് പോകുന്നത്. പാലാ തൊടുപുഴ റൂട്ടിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ അങ്ങോട്ടേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അങ്ങനെ പോകാമെന്ന് ഓർത്തു. നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു വഴി പോകാനായിട്ട്. പ്രത്യേകിച്ച് അന്ന് നല്ലൊരു മഴയുള്ള ഒരു ദിവസം കൂടിയായിരുന്നു. നല്ല മഴ പെയ്തപ്പോഴത്തേനും ഞങ്ങൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കി ഒരു കടയിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോഴത്തേക്കും മഴയും തോർന്നു. ചേട്ടായി ബജിയും വാങ്ങി, ഞങ്ങളൊക്കെ പഴംപൊരിയും വാങ്ങി. എണ്ണപ്പലഹാരമൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. കഴിച്ചത് 2 അടിപൊളിയായിരുന്നു. ബജിയുടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ബജി വാങ്ങിയില്ല, ഞാൻ പഴംപൊരി വാങ്ങി. എൻ്റെ ഫേവറേറ്റ് ആട്ടോ. എന്നിട്ട് ചേട്ടയുടെ കുറച്ച് കഴിച്ച് നോക്കിയപ്പോഴും നല്ല ടേസ്റ്റ്. എന്നിട്ട് ചേട്ടയുടെ ഇത് കുറച്ച് അടിച്ച് മാറ്റി. ഞങ്ങൾക്ക് പിന്നെ ചായ ആട്ടോ വാങ്ങിയത്. 2 ചായ വാങ്ങി. പിള്ളേർ 2 ചായ കുടിക്കത്തില്ലാത്തതുകൊണ്ട് അവർക്ക് ബൂസ്റ്റ് വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങളവിടെ എത്താറായപ്പോഴത്തേക്കും ഏകദേശം 5 മണിയൊക്കെ ആവാറായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾ അമ്മയോട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മേളിലേക്ക് കയറി വരാൻ പറഞ്ഞു. ഞങ്ങളുടെ അങ്ങോട്ട് വണ്ടിയൊന്നും പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് മേളിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ അമ്മ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ അമ്മേനെ കൊണ്ട് കേക്ക് വാങ്ങാൻ പോകാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ആ കാര്യം മറന്നു പോയിട്ട് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കേട്ട് അങ്ങനെ വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ കാര്യം വിട്ടുപോയി പാലായിൽ നിന്ന് വാങ്ങാനായിട്ട്. പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നേരത്തെ വാങ്ങിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അലുത്ത് പോകുന്നൊക്കെ ടെൻഷനായിരുന്നു കേട്ടോ. വീട്ടിൽ നമുക്ക് ഫ്രിഡ്ജില്ല. അങ്ങനെ ഞങ്ങൾ കൂത്താട്ടോളം വന്നപ്പോൾ നല്ല പണി കിട്ടി. ഭയങ്കര മഴയും അതിൻ്റെ കൂടെ ബ്ലോക്ക് പറയട്ടെ എന്ന് വിചാരിച്ച് വണ്ടി ഒരു സൈഡിലാക്കി കുറേ നേരം ഇവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. സിദ്ധുവാണ് ഉറങ്ങിപ്പോയി. അത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ. അപ്പോഴത്തേക്കും അവന് നല്ല ഉറക്കം വന്നെന്ന് തോന്നുന്നു. എനിക്ക് തന്നെ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. കൂത്താട്ടോളത്ത് തന്നെ 1 മണിക്കൂർ ഏതാണ്ട് പോസ്റ്റ് അടിച്ച് കിടന്നിട്ടാണ് ആ ഒരു ബ്ലോക്ക് ഒന്ന് കുറഞ്ഞത്. ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ പിന്നെ ക്യൂ നിന്ന് പതുക്കെ ആ ഒരു ബേക്കറിയുടെ ഫ്രണ്ടിലെത്തി. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, പിന്നെ എല്ലാവരും കൂടെ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാളും ഒരു ഡോണട്ടും വാങ്ങി, സിദ്ധു ഒരു ജാം റോളും വാങ്ങി. ഒരു ഡോണറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൻ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് മാള് സ്നേഹത്തോടെ അവനെ കഴിപ്പിക്കാൻ നോക്കിയപ്പോൾ അവന് വേണ്ട. അവൻ ആ ജാം റോള് കഴിക്കുന്നുണ്ട്. അതിനിടയിൽ പെട്ടുപോയത് ഞാനാണ്. ബ്രൗണി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു ബ്രൗണി വാങ്ങിയിട്ടോ. കഴിച്ചപ്പോഴാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടുമില്ല. അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മയ്ക്കും വേണ്ട, ചേട്ടായിക്കും വേണ്ട. അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ പാടുപെട്ടാണ് ഇത് കഴിച്ചു തീർത്തത്. പിന്നെ നീ ഞങ്ങൾ പോയിട്ട് കേക്ക് വാങ്ങുന്നുണ്ട്. അപ്പം ഫ്ലേവറൊന്നും അറിയില്ല കേട്ടോ. ചേട്ടൻ കുറേ പേരുകളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ടിട്ട് പോലും ഇല്ലാത്ത ഫ്ലേവേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കഴിച്ച് നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കാണാൻ ഭംഗി തോന്നിയ ഒരു കേക്ക് കാണിച്ചിട്ട് ചേട്ടാ ഇതിൽ പേരെഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പേരൊക്കെ എഴുതിയിട്ടോ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ അഭിയാൻ ജനോസ് എന്നാണ് എഴുതിയേക്കുന്നത്. എൻ്റെ കസിനുണ്ട്, അവൻ്റെ ബർത്ത്ഡേ June 8 എൻ്റേത് June 9 കേട്ടോ. അതുകൊണ്ട് കുഞ്ഞിലെ മുതലേ ഞങ്ങളുടെ ബർത്ത്ഡേസ് മിക്കവാറും വർഷങ്ങളിൽ ഒരുമിച്ച് ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ആഘോഷമൊക്കെ നിന്ന് പോയത്. അപ്പോൾ എന്തായാലും അമ്മയൊക്കെ വന്നുകൊണ്ട് ഇക്കൊല്ലം ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ എഗെയിൻ പെട്ടുപോയിട്ട് പിന്നെയും കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ആ ബ്ലോക്കിൽ നിന്ന് അപ്പുറത്തോട്ട് ഇറങ്ങിയത്. തിരിച്ച് പോകുന്ന വഴിക്കൊന്നും മഴയില്ലായിരുന്നു. കറക്റ്റ് ഞങ്ങൾ ചെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും മഴയും തുള്ളാൻ തുടങ്ങി കേട്ടോ. അമ്മയാണെങ്കിൽ ഇവിടെ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് ഒരു ചെമ്പ് പോലത്തെ ഒരു പാത്രം വാങ്ങി. അതിനെന്താ പറയുക എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം വാങ്ങിച്ച് അതിൻ്റെ മേളിലോട്ട് സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഒരൊറ്റ നടത്തും
പണ്ട് ഞങ്ങളുടെ വീട്ടിൽ കിണറില്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ അക്കരയ്ക്കാണ് വെള്ളം കോരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് ഇതേപോലെ കലമെടുത്തുകൊണ്ടായിരിക്കും പോകുന്നത്. ഞങ്ങൾ കുഞ്ഞ് കുടമൊക്കെ എടുക്കും. അപ്പോൾ അമ്മ ഇങ്ങനെയാണ് തലയിൽ ചുമ്മാടൊക്കെ ചുറ്റിയിട്ട് ഇതുപോലെ വെള്ളം വെക്കും. എനിക്കിത് കണ്ടപ്പോൾ ശരിക്കും ആ ഒരു ഓർമ്മയാണ് വന്നത്. അപ്പോൾ വന്ന പാടാണ് ഞങ്ങൾ ബിരിയാണിയുടെ പ്രിപ്പറേഷൻസ് തുടങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്കും തന്നെ നല്ല ലേറ്റ് ആയിരുന്നു കേട്ടോ. മഴ കാരണം കുറേ പോസ്റ്റ് അടിച്ച് അമ്മ എൻ്റെ അടുത്ത് ഗ്ലാസ്സിൽ അളന്നിട്ട് ബിരിയാണി അരി എത്ര ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞേ. ഞാനാണെങ്കിൽ ആദ്യം കറക്റ്റായിട്ട് എണ്ണി എനിക്കോട്ടിരുന്നപ്പോഴത്തേനും അമ്മ എന്തോ വർത്താനം പറഞ്ഞു. ഞാനും അമ്മയുടെ കൂടെ കൂടി തിരിച്ച് വർത്താനം പറഞ്ഞു. അങ്ങനെ ഞാൻ എണ്ണ ഫുള്ള് മറന്നു പോയിട്ടോ. അവസാനം ആ പണി തന്നെ പുറത്താക്കി ജർഷ വന്ന് ആ പണി ചെയ്യുന്നുണ്ട്. ഞാൻ എണ്ണിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എല്ലാവരും അടുത്തൊന്ന് വർത്താനം പറഞ്ഞിരിക്കുക. എനിക്കിങ്ങനെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പം കൂടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എക്സ്ട്രാ പണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മറന്നു പോയിട്ടോ. ഞാനൊരു കാര്യം ചെയ്ത് ആ ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ ആ പണിയിൽ നിന്ന് എന്നെ പുറത്താക്കിയതുകൊണ്ട് ഞാൻ പിന്നെ പുറത്ത് വന്നിരുന്ന് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊളിക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിക്കാൻ കുറേ ഉണ്ടായിരുന്നു. ബിരിയാണിക്കും വേണം ചിക്കനും വേണം. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ആ പണി ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ഒരു സമയത്ത് കറക്റ്റ് കറണ്ടും കൂടെ പോയി. അപ്പോഴത്തേക്ക് ഞാൻ ഫ്ലാഷൊക്കെ ഓണാക്കി ഇവിടെ വെച്ചേക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ പൂച്ചക്കുട്ടി ദേ വന്നിട്ടുണ്ട്. ആശാന് പിന്നെ ഞാൻ ചിപ്സ് ഇട്ട് കൊടുത്തപ്പോഴത്തേനും അത് അവിടെ കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഞാനിവിടെ ദേ ഉള്ളിയും വെളുത്തുള്ളിയൊന്നും പൊളിച്ച് ഒന്നും ആയില്ല. അപ്പോഴത്തേക്കുമാണ് കറണ്ട് പോയത്. അടുക്കളയിൽ പിന്നെ അനിയന്മാർ അമ്മയ്ക്ക് ഇതേ ലൈറ്റൊക്കെ അടിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവരും വിശന്ന് എരിഞ്ഞിരിക്കുക കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് പിന്നെ നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. 2 വർഷം അവിടെ ഒരു വീട്ടിൽ നിന്നെടുത്ത് ഭയങ്കര പണിയായിരുന്നു. അപ്പോൾ രാവിലെ തുടങ്ങി രാത്രി വരെ കണ്ടിന്യൂസ് ഇതാണല്ലോ. അപ്പോൾ അതങ്ങനെ ചെയ്ത് നല്ല സ്പീഡ്. എല്ലാ കാര്യങ്ങളും മുന്നേ തുടങ്ങി അങ്ങനെയാണ്. അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് അനിയന്മാർക്കുള്ള സാധനമായിട്ട് ഈ കോഴിയുടെ കരളും അങ്ങനത്തെ പാർട്സ് ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ എല്ലാവരും കഴിക്കൂല. അത് മാത്രമായിട്ട് അമ്മ വേവിച്ച് അവർക്ക് കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കറണ്ട് വന്നു കേട്ടോ. അപ്പോഴത്തേക്കും ദൈവമാരെല്ലാം കൂടി അതിനെ റിലേറ്റ് വെച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അമ്മ അടുക്കളയിൽ ഓടി ചവിട്ടിയിട്ടും പോകുന്നില്ല. അവിടെയാണ് ആ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അവിടെ എങ്ങനെയാണ് 2 പേരും നിൽക്കുന്നത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്ക് പിന്നെ ബിരിയാണി ഇങ്ങനെ വെക്കാനറിയില്ല. ഞാൻ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കുളമാകും. അതുകൊണ്ട് ഞാൻ കുറച്ച് സഹായങ്ങൾ പുറത്തുനിന്ന് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും അബി വന്നു കേട്ടോ. അബിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് എല്ലാവരും ഓടിപ്പോയി വിഷ് ചെയ്യുന്നുണ്ട്. അവൻ ജോലിക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ലേറ്റായി. എല്ലാവർക്കും ലേസൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ വന്ന പാടെ അവന് വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അബി വന്നപ്പോഴത്തേക്കും പിന്നെ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവന് വേണ്ടിയിട്ടായിരുന്നു ഇത്രയും നേരം വെയിറ്റിംഗ്. കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേക്കിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ പിന്നെ ഞങ്ങൾ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചീനെ പോയി വിളിക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. ഞങ്ങളാകെപ്പാടി ഒരു 2 വീട് മാത്രമേ ഇവിടെ ഉള്ളൂ. അവിടെ ചെറുപ്പം മുതലേ എല്ലാ ആഘോഷത്തിനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അപ്പോൾ എന്തുണ്ടെങ്കിലും ഞങ്ങൾ ചേച്ചീനെ വിളിക്കാതെ അങ്ങനെ മുറിക്കാറൊന്നുമില്ല. അവൻ ഞങ്ങൾ കേക്ക് മുറിക്കാൻ വേണ്ടി എടുത്തപ്പോൾ തന്നെ 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഏകദേശം ബെൽറ്റൊക്കെ ആയി പതുക്കെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലെ കമ്പൊക്കെ ഇങ്ങനെ പതുക്കെ ഒലിച്ചിറങ്ങി വരുന്നതിന് മുമ്പ് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തേക്ക് ടേബിളൊക്കെ സെറ്റ് ചെയ്തു. അതേ എല്ലാവരും കൂടി മുറിക്കാനായിട്ട് നിൽക്കുന്നത് കേട്ടോ. ക്യാമറയുടെ പുറത്ത് കുറേ പേരുണ്ട്. എല്ലാവരും വിളിച്ചിട്ടും കുറച്ച് പേരൊന്നും വന്നിട്ടില്ല. കുറച്ച് പേര് ഇപ്പുറത്ത് മാറിയിട്ടുണ്ട്. ജർഷ കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോയിൽ അവളെ കാണാത്തത്. അയ്യോ ഒരുമിച്ചൊക്കെ കൊടുക്കുന്നത് മരിച്ചു കരയും. കേക്ക് മുറിക്കുന്നതിൻ്റെ ഇടയിൽ ഫുള്ള് കോമഡി ആയിരുന്നു കേട്ടോ. ചേച്ചിയാണെങ്കിൽ പെട്ടെന്ന് കരയുന്നൊരു ക്യാരക്ടറാണ്. പെട്ടെന്ന് ഇമോഷണൽ ആവും. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കേക്ക് കൊടുത്തത് അതാണ് എല്ലാവരും കളിയാക്കുന്നത്. ഒരുമിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചേച്ചിക്ക് സങ്കടം വരും ഞങ്ങളിങ്ങനെ കാണിക്കുമ്പോൾ. ഞങ്ങളതും പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഒരു അവസരം കൊടുത്തില്ല കരയാനായിട്ട്. പിന്നെ പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കി അനിയന്മാർക്കും എല്ലാവർക്കും കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എവിടെ നിന്നൊക്കെയാണ് ആരൊക്കെയാണ് കേക്ക് കൊടുക്കുന്നത് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. മൊത്തത്തിൽ ഒരു പുക മയമായിരുന്നു. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേക്ക് മുറിയുടെ സമയത്ത് ഫുൾ കോമഡി ആയിരുന്നു കേട്ടോ. ചിരിച്ചൊരു പരുവായി. പിന്നെ ദൈവന്മാരെല്ലാം കൂടി ഇന്ന് ഭയങ്കര ഫോട്ടോഷൂട്ടും പരിപാടിയായിരുന്നു. വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് ഞാൻ പിന്നെ അടുക്കളയിൽ പോയി നോക്കി. അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി ഏറെക്കുറെ അങ്ങ് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ.
മാളു അബിയും സിദ്ധും ഒക്കെ ഇരുന്ന് ഇവിടെ നിന്ന് ചെസ്സ് കളിക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും കളിക്കാറില്ല കേട്ടോ. പിള്ളേർക്ക് ഇതുവരെ അങ്ങനെ ചെസ് ബോർഡ് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ അവന്മാർ കളിക്കുന്നത് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനും ചേട്ടായും കൂടെ ബിരിയാണിയൊക്കെ വിളമ്പി വെക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേരുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ പാത്രത്തിലൊക്കെ വിളമ്പിയ പാടായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ പേപ്പർ പ്ലേറ്റ് വാങ്ങി എന്നിട്ട് അതിനകത്താണ് എല്ലാവർക്കും സെർവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെർഷയും ചേട്ടായും അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം ഇതെല്ലാം ഇങ്ങോട്ട് പിറക്കി വെക്കാൻ കൂടിയായിരുന്നു. ഷെവിയുടെ അടുത്തൊരു ആളില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ പണിയെടുക്കാതെ ഇവിടെ നടക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ അതേ അമ്മ ഫസ്റ്റ് തന്നെ അമ്മയുടെ മോൻ ഇവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ട്. അമ്മ പിന്നെ എല്ലാം അങ്ങനെയാട്ടോ, മക്കൾക്കൊക്കെ കൊടുത്തിട്ടേ ഞങ്ങൾക്ക് തരത്തുള്ളൂ. ഞങ്ങളൊക്കെ സെക്കൻഡ് മക്കളാണ്, ഇവരൊക്കെയാണ് ഫസ്റ്റ് മക്കൾ. അത് പെറ്റ്സുള്ള എല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കും കേട്ടോ. നിങ്ങളെ വളർത്തുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് അമ്മമാരൊക്കെ വേണ്ടാന്ന് പറയുവേ. പക്ഷെ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്ന് വളർത്തി കഴിഞ്ഞാൽ പിന്നെ അവർ കൊഞ്ചിക്കുന്ന പോലെ നമ്മൾ പോലും അവരെ കൊഞ്ചിക്കത്തില്ല. ഭയങ്കര സ്നേഹമായിരിക്കും. വീട്ടിലാണെങ്കിലും അതെ, ഞങ്ങൾ കൊഞ്ചിക്കുന്നതിന് കൂടുതലും മീരിയമ്മയായിരിക്കും ബ്രൂണോനെ കൊഞ്ചിക്കുന്നത്. തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ. ബ്രൂണോയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അമ്മേനെ കാണുന്നത്. അമ്മ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ആ ഒരു സമയത്ത് തുള്ളി ചാടി കെട്ടിപ്പിടിച്ച് വിടത്തേ ഇല്ല. അങ്ങനെയാണ് അത്. ശരിക്കും അമ്മമാർ ഭയങ്കര സ്നേഹമാണ് പെറ്റ്സിൻ്റെ അടുത്ത്. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പം ഒത്തിരി കസേരകളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ. അതുകൊണ്ട് കുറച്ച് പേര് നിലത്തും കുറച്ച് പേര് മേളിലൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്കും ചേട്ടയുടെ ഒക്കെ കൂടെ താഴെ ഇരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ മുട്ടിന് വേദന ആയതുകൊണ്ട് നിലത്തിരിക്കാൻ വയ്യ. നിലത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര പെയിനായിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പോൾ കുറഞ്ഞു കേട്ടോ. ആ ഒരു സമയത്ത് ഭയങ്കര വേദനയായിരുന്നു. ചേട്ടയുടെ പാത്രത്തിലുണ്ടായിരുന്ന ചേട്ടായി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടാമത് എടുക്കാൻ പോയപ്പോഴത്തേക്കും എൻ്റേത് ഞാൻ കൊടുത്തു കേട്ടോ. നല്ല വിശന്നൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷെ കുറേ നേരം ഇരുന്നിട്ടാണോ എന്നറിയില്ല, കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കങ്ങ് കഴിക്കാൻ പറ്റുന്നില്ല. കേക്കൊക്കെ കഴിച്ചിട്ടാൻ തോന്നുന്നു. കുറച്ച് കഴിച്ചപ്പോൾ തന്നെ എനിക്കങ്ങ് മതിയായി. അപ്പോൾ പിന്നെ ചേട്ടായിനെയും കൂട്ടി ഞങ്ങൾ രണ്ടും കൂടി ബാക്കി ഉണ്ടായിരുന്നു അങ്ങ് കഴിച്ച് തീർത്തു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു. എന്നിട്ട് കിടക്കാനുള്ള കട്ടിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് കേട്ടോ ചേട്ടായി വന്നിട്ട് സർപ്രൈസായിട്ട് കണ്ണടയ്ക്കാൻ വേണ്ടി പറഞ്ഞേ. എന്തോ പണി ഒപ്പിക്കാനാണെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായിരുന്നു. കയ്യിലെന്തോ പുറകെ പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കണ്ണടയ്ക്കാമെന്ന് പറഞ്ഞു. ഒട്ടക്കണ്ണിടാൻ നോക്കിയിട്ട് സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ കാണിക്കല്ലോ എന്ന് വിചാരിച്ച് ഞാനും അങ്ങ് ആത്മാർത്ഥമായി കണ്ണടച്ച് നിന്ന്. അപ്പോഴത്തേക്കും എനിക്ക് ഒരു സ്മാർട്ട് വാച്ച് ആണ് കേട്ടോ ഗിഫ്റ്റ് എന്ന്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ല. ഈ പ്രാവശ്യം എൻ്റെ അടുത്ത് ഒരു സൂചന പോലും പറഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ചെന്നൈ പോയിട്ട് അനിയനെ കോളേജിൽ എന്താണ്ട് കൊണ്ടുപോയി വിട്ടിട്ട് വരുന്ന വഴിക്കാണ് വീട്ടിൽ വന്നത്. അപ്പം എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം ഞാൻ ട്രെയിനിലിരിക്കുക. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേനും പെട്ടെന്ന് സർപ്രൈസ് ആയിട്ടോ കേട്ടോ ഗിഫ്റ്റ് എന്ന്. ഇപ്രാവശ്യം അതുപോലെ തന്നെ എപ്പോഴാണ് പോയി വാങ്ങിയെന്നൊന്നും അറിയില്ല കേട്ടോ. എന്നെ കൂട്ടാൻ്റെ ഇടയ്ക്ക് ടൗണിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരൊക്കെ കൂടെ പോയതാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഇതെവിടെയോ ഒളിപ്പിച്ച് വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുമായിരുന്നു. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് സ്മാർട്ട് വാച്ച് വാങ്ങണത്. ഇതുവരെ ഞാൻ ചേട്ടായിക്ക് 2 വർഷം മുന്നേ ഉള്ള ബർത്ത്ഡേക്ക് എങ്ങാണ്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് സ്വന്തമായിട്ട് വാങ്ങിയില്ല കേട്ടോ. ഭയങ്കര കോമഡിയാണ്. എനിക്ക് സ്വന്തമായിട്ട് വാങ്ങാനൊക്കെ ഭയങ്കര മടി. ആർക്കെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പ്ലാനും ഇല്ലാതിരുന്നപ്പോഴാണ് ഈ ഒരു വാച്ച് കിട്ടിയത്. പിങ്ക് കളർ സ്റ്റാപ്പാണ്. അപ്പോൾ ചേട്ടായിക്ക് എനിക്ക് ബ്ലാക്ക് വാങ്ങി തരരുതെന്നായിരുന്നു. പിന്നെ വേറെ ഏതൊരു കളർ ഉണ്ടായിരുന്നു, അത് ഇഷ്ടമാവാത്തതുകൊണ്ട് ഇത് വാങ്ങി തന്നാണെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഇനി ഞാൻ ഉപയോഗിച്ച് നോക്കണം. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ചേട്ടായുടെ ഇടയ്ക്കൊക്കെ ഞാൻ എടുത്ത് കെട്ടുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരാൾ അതിനകത്ത് ഗെയിമൊക്കെ തപ്പിയെടുത്ത് അതൊക്കെ ഇരുന്ന് കളിക്കുന്നു കേട്ടോ. എവിടെ നിന്ന് തപ്പിയെടുത്തെന്ന് അറിയില്ല. ഞാൻ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ തോറ്റും പോയി. അതുകൊണ്ട് എടുത്ത് മിണ്ടാതെ മാറ്റി വെച്ചു. അപ്പോൾ പിറ്റേന്ന് രാവിലെ അമ്മ ദോശ ഉണ്ടാക്കി തന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് അമ്മ ദോശയും ഉണ്ടാക്കി സാമ്പാറും ഒക്കെ ഉണ്ടാക്കി. അമ്മയുടെ പരിപാടിയും കഴിഞ്ഞ് അമ്മ റെസ്റ്റ് എടുക്കലായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ വെറുതെ നാട് ചുറ്റാൻ പോകാമെന്ന് വിചാരിച്ചു. കാരണം സിദ്ധു മാളൊന്നും ഞങ്ങളുടെ ഇവിടുത്തെ സ്ഥലം കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേക്ക് അവരെവിടെയും കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം വെറുതെ ഇങ്ങനെ കറങ്ങാൻ കൊണ്ടുപോകാമെന്ന് ഓർത്തു. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. കുഞ്ഞിലെ ഞാൻ ഫുള്ള് കളിച്ച് വളർന്ന സ്ഥലമാണ്. കാരണം ഈ പറമ്പിലായിരുന്നു 24 മണിക്കൂർ ഞങ്ങൾ. അതിന് മേളിലൊരു പാറമടയുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് അവിടെ പോകും. പിന്നെ ഇവിടെയാണ് ഞങ്ങൾ കുളിക്കാനൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇവിടെ താഴെ ഫുള്ള് പാടവും മേളിൽ ഫുള്ള് റബ്ബർ തോട്ടം ആട്ടും. ഞങ്ങൾ കണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പാടം എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. കണ്ടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല എന്ന് തോന്നുന്നു. ചില സ്ഥലങ്ങളിൽ ഓരോ സ്ലാങ് ഉണ്ടല്ലോ, അങ്ങനെ എന്തോ സ്ലാങ്ങാന്ന് തോന്നുന്നു. ഇവിടെ നേരത്തെ ചുമ്മാ കാട് പിടിച്ചൊരു സ്ഥലമായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങോട്ട് വഴിയൊക്കെ വന്നത്. ഞങ്ങളുടെ നാട്ടിലാകെ വന്നിരിക്കുന്ന ഒരു പുരോഗമനം ആ ഒരു പാലം മാത്രമാണ്. ബാക്കിയൊക്കെ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയാണ് കേട്ടോ. ആകെ ഒരു വഴി വന്നു, അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇപ്പം വണ്ടിയൊക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവരങ്ങനെ പാടമൊന്നും അധികം കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. 2 ആളെ വെള്ളത്തിലിറങ്ങി ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും പിന്നെ അവരുടെ കൂടെ പോയി നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഫുള്ള് ഈ കമുകുണ്ട്. കമുക് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര രസമാണ് കേട്ടോ ഇതിലെ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട്. പിന്നെ നല്ല കാറ്റും നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്.
ചില സ്ഥലങ്ങളൊക്കെ ഈ പാടമൊക്കെ നശിപ്പിച്ച് വീട് വെക്കുമല്ലോ. ഇവിടെ പിന്നെ അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. ഇപ്പോഴും കൃഷിയൊന്നും ഇല്ലെങ്കിൽ പോലും ചിലതൊക്കെ ഇങ്ങനെ തരിശായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ മൊത്തത്തിലൊരു പച്ചപ്പും ആ ഒരു ഭംഗിയൊക്കെ അങ്ങനെ തന്നെ നശിപ്പിക്കാതെ ഉണ്ട്. ഇത് പിന്നെ ഞങ്ങൾ സ്ഥിരം കുളിക്കാൻ വരുന്നൊരു തോടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല മഴയുള്ളപ്പോൾ നല്ല വെള്ളം ഉണ്ടാവും. ആ ഒരു സമയത്ത് ഇവിടെ വന്ന് സ്ഥിരം ഞങ്ങൾ ചാടുന്നതാണ്. ഞങ്ങൾ പിന്നെ 3 മക്കളുണ്ടായിരുന്നതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ അടുത്ത വീട്ടിലെ കൂട്ടുകാരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് നാൾ വേണം. 2 വീട്ടിലെ പിള്ളേരും കൊണ്ട് തന്നെ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ കളിയും കുളിയും എല്ലാം ഒരുമിച്ചായിരുന്നു. പിന്നെ ഇടയ്ക്ക് കസിൻസ് വരും, അടുത്ത വീട്ടിലുള്ള ചേട്ടായിമാർ, അനിയന്മാർ, അങ്ങനെ കുറേ ആളുകളുണ്ട്. കുറച്ച് അപ്പുറത്തായിട്ട് മാറി. അപ്പോൾ അവരൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ കുഞ്ഞിലെ നല്ല രസമുള്ള ഓർമ്മകളായിരുന്നു. അപ്പോൾ മാളൂനൊക്കെ ഇത് ഭയങ്കര പുതിയ ഒരു സംഭവമാണ്. അതുകൊണ്ട് അവർ കുറേ ആ പാറയിൽ കളിക്കുന്നു, തൊട്ടിച്ചാടുന്നു. തിരിച്ച് വീട്ടിൽ പോരാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഒത്തിരി പാറയുണ്ട്. ഇപ്പോഴും കാടായിട്ട് തന്നെ സ്റ്റിൽ കിടക്കുന്നൊരു സ്ഥലമായതുകൊണ്ട് പിന്നെ കൊതുക് കിട്ടും. അതുകൊണ്ട് നല്ല കൊതുകടി ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ മുട്ടിനൊന്നും വയ്യാത്തതുകൊണ്ട് ഞാൻ അധികം അതിലൊന്നും വലിഞ്ഞു കയറാൻ പോയില്ല. വെറുതെ അവരെല്ലാം കാണിച്ചുകൊണ്ട് കൂടെ വെറുതെ നടന്നതേ ഉള്ളൂ. അങ്ങനെ പിന്നെ കുറച്ചു നേരം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലെത്തി. 2 ആൾക്കും വരണമെന്ന് തന്നെ ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ നിന്നാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പാറയിലൊന്നും കയറി കൊതി തീർന്നില്ല. അപ്പോൾ പാറയൊക്കെ കുറച്ച് വെള്ളം കയറി കിടക്കുന്നുണ്ട്. എനിക്കൊരു പേടി. അപ്പോൾ പിന്നെ ഒരു ദിവസം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ 2 ആളെയും വീട്ടിലെത്തി കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി എടുത്തു. തിരിച്ചു പോകുന്ന വഴിക്കും പാറ കയറണമെന്നും പറഞ്ഞ് ഇരിക്കുമായിരുന്നു. അപ്പോൾ എനിക്കും വന്നൊരു 2-3 ദിവസം നിൽക്കണമെന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പിന്നെ വരാമെന്നും പറഞ്ഞ് അമ്മയുടെ അടുത്ത് പറഞ്ഞു. എപ്പോഴെങ്കിലും ഫ്രീ ഒക്കെ ഉള്ള സമയത്ത് വേണം ഇവരെയും കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വ്ളോഗൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.